ഹലോ മക്കളെ, ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓണപരീക്ഷയ്ക്ക് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച്. നമുക്ക് 3 ക്യാരക്ടർ സ്കെച്ചുകൾ പഠിക്കാനുണ്ട്. കുഞ്ഞിച്ചിരുതയുടെ ക്യാരക്ടർ സ്കെച്ച്, അത് കഴിഞ്ഞ് വില്യം, പിന്നെ ചിബി. എന്നാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 2 ക്യാരക്ടേഴ്സ് ആണ് ചിബിയുടേതും വില്യത്തിൻ്റെതും. എന്തായാലും 5 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച്. അപ്പൊ ഈ 3 ക്യാരക്ടേഴ്സ് വളരെ ഷോർട്ട് ആക്കിയിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് നമ്മുടെ ക്ലാസ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ വരുന്ന ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും 5 മാർക്കിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ സാധിക്കണം. അപ്പൊ അതിനുവേണ്ടി വളരെ ഷുവർ ആയിട്ട് എഴുതിയിട്ടുണ്ടാക്കിയ ഒരു ഷോർട്ട് ക്യാരക്ടർ സ്കെച്ചിലേക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് കുഞ്ഞിച്ചിരുതയുടെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് നോക്കാം. Kunnichiruda is a kind and caring person who is always ready to help others. കുഞ്ഞിച്ചിരുത വളരെ കൈൻഡ്, ദയാലുവാണ്, കെയറിംഗ് ആണ്, അല്ലെ, എപ്പോഴും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നവളാണ്. ഷീ ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് റിലയബിൾ, മേക്കിംഗ് ഹർ എ റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽ. അപ്പൊ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, റിലയബിൾ ആണ്, അല്ലെ, വിശ്വസ്തയായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുപോലെ റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തമുള്ളവളാണ്. ഷീ ഈസ് ഇന്റലിജന്റ് ആൻഡ് ക്യൂരിയസ്, വളരെ ബുദ്ധിമതിയാണ്, ക്യൂരിയസ്, അറിയാൻ ആകാംക്ഷയുള്ളവളാണ്. ആൾവേസ് ലുക്കിംഗ് ടു ലേൺ ആൻഡ് എക്സ്പ്ലോർ ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കാൻ താല്പര്യമുള്ളവളാണ്. ഹെർ ക്രിയേറ്റീവ് തിങ്കിങ് ബ്രിങ്സ് ന്യൂ ഐഡിയാസ് ആൻഡ് സൊല്യൂഷൻ, അവരുടെ സർഗാത്മകമായ ചിന്തകള് എന്ത് ചെയ്യുന്നു, പുതിയ ആശയങ്ങളും സൊല്യൂഷനും ഉണ്ടാക്കാറുണ്ട്. കുഞ്ഞിച്ചിരുത ഈസ് എ ഹാപ്പി ആൻഡ് പോസിറ്റീവ് പേഴ്സൺ. കുഞ്ഞിച്ചിരുത വളരെ ഹാപ്പി, സന്തോഷവതിയും പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഹു സ്പ്രെഡ് ജോയ് അറൌണ്ട് ഹർ, അതുകൊണ്ട് തന്നെ അവൾ ചുറ്റുപാടുമുള്ളവർക്കും സന്തോഷം പകർന്നു നൽകുന്നു. ഷീ ഈസ് ട്രസ്റ്റ് വർത്തി, ട്രസ്റ്റ് വർത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹോണസ്റ്റ് ആണ്, സത്യസന്ധയാണ്, അഫെക്ഷനേറ്റ് ആണ്, വളരെ സ്നേഹമുള്ളവളാണ്. മേക്കിംഗ് ഹർ എ വെൽ ലൈക്ഡ് പേഴ്സൺ എമംഗ് ഹർ ഫ്രണ്ട്സ്, അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അവൾ വളരെയധികം വെൽ ലൈക്ഡ് ആണ്, എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് കുഞ്ഞിച്ചിരുത. അപ്പൊ ഇത്രയാണ് നമ്മുടെ കുഞ്ഞിച്ചിരുതയുടെ ക്യാരക്ടർ. വളരെ ഷോർട്ടാക്കിയിട്ട് തന്നിരിക്കുകയാണ്, എല്ലാവരും ഇത് എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിക്കണം. ഇനി നമുക്ക് ചിബിയുടെ ക്യാരക്ടറിലേക്ക് പോവാം. ചിബിയുടെ ക്യാരക്ടർ നോക്കാം. ചിബി എങ്ങനെയുള്ള വ്യക്തിയാണ്? ചിബി വാസ് എ സ്മോൾ ആൻഡ് ഷൈ ബോയ്, വളരെ ചെറുതും അതുപോലെ ഷൈ, വളരെ ലജ്ജയുള്ള ഒരു കുട്ടിയാണ്. ഹു ലിവ്ഡ് ഇൻ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ, അല്ലെ, മൗണ്ടെയിന്റെ മറുവശത്താണ് താമസിക്കുന്നത്. ഹി വാസ് ക്വയറ്റ്, വളരെ സൈലന്റ് ആണ്. ആൻഡ് ഹാഡ് എ കൈൻഡ് ഹേർട്ട്, എന്ന വളരെ ദയാലുവാണ്. ഓഫൺ ഒബ്സർവിംഗ് തിങ്സ് അറൌണ്ട്, ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഡെസ്പൈറ്റ് ബീയിങ് കോൾഡ് സ്ലോ പോക്കി, മറ്റുള്ളവർ അവനെ സ്ലോ പോക്കി എന്നൊക്കെ അതർ ചിൽഡ്രൻ അവനെ വിളിക്കുമെങ്കിലും ഹി നെവർ കംപ്ലൈന്റ്, അവൻ ഒരിക്കലും അതിന് പരാതി പറഞ്ഞിട്ടില്ല. ആൻഡ് അറ്റൻഡ് സ്കൂൾ എവറി ഡേ, എല്ലാ ദിവസവും സ്കൂളിൽ വരും, അല്ലെ. ചിബി വാസ് ടാലന്റഡ്, വളരെ കഴിവുള്ള കുട്ടിയാണ്. നോളജബിൾ ആണ്, എന്തിനെ കുറിച്ച്, പ്ലാന്റ്സും ഫ്ലവേഴ്സും ആനിമൽസിനെയും കുറിച്ച്. ആൻഡ് കുഡ് ഡ്രോ വെൽ, നന്നായിട്ട് ചിത്രമൊക്കെ വരയ്ക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് ടീച്ചർ മിസ്റ്റർ ഐസോബ്, ഹിസ് ടാലന്റ് വേർ റെക്കഗ്നൈസ്ഡ്, അവന്റെ കഴിവ് നമ്മൾ തിരിച്ചറിഞ്ഞതാണ് ടീച്ചറുടെ സഹായത്തോടു കൂടി. ആൻഡ് ഹി ബിക്കം നോൺ ആസ് ക്രോബോയ്, പിന്നീട് അവനെ നമ്മൾ ക്രോബോയ് എന്നാ വിളിച്ചത്, അല്ലെ, അവന്റെ ടാലന്റ് അറിഞ്ഞപ്പോ. ലവ്ഡ് ബൈ എവറി വൺ ഓഫ് ഹിസ് പേഷ്യൻസ്, കൈൻഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്, അവനെ എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം അവന് നല്ല ക്ഷമയുണ്ട്, ദയുണ്ട്, നല്ല സ്ട്രെങ്ത്തും ഉണ്ട്, കരുത്തും ഉണ്ട്. അപ്പൊ ഇത്രയാണ് ചിബിയുടെ ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ ആണല്ലോ എല്ലാവരും? ഇനി നമുക്ക് വില്യത്തിന്റെ ക്യാരക്ടർ പഠിക്കാം. വില്യത്തെ നമുക്കറിയാം, ആ ഒരു ഫാനൊക്കെ ഉണ്ടാക്കിയിട്ട്, അല്ലെ, ഒരു വിൻഡ് മില്ലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വൈദ്യുതിയൊക്കെ കണ്ടെത്തിയിട്ടുള്ള വ്യക്തിയാണ് വില്യം, അല്ലെ. മോട്ടോറൊക്കെ വർക്ക് ചെയ്യിക്കാനുള്ള സാങ്കേതിക വിദ്യ കണ്ടെത്തിയാണ്. അപ്പൊ വില്യത്തിന്റെ ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് വില്യത്തിൻ്റെത്, കേട്ടോ. അപ്പൊ എല്ലാവരും വില്യത്തെ നന്നായിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കണം. വില്യം ഈസ് എ ക്യൂരിയസ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ബോയ്, വളരെ ക്യൂരിയസ്, അറിയാൻ ആഗ്രഹമുള്ള, അതുപോലെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ബോയ് ആണ്. ഹു ലവ് സയൻസ്, സയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ വിത്തൗട്ട് സ്കൂളിംഗ്, എന്നാൽ സ്കൂളിൽ പോകാൻ സാധിക്കാതെ ഹി ലേൺ ഫ്രം ബുക്സ്, അവൻ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചു. യൂസ് സ്ക്രാപ്സ് മെറ്റീരിയൽ, സ്ക്രാപ്പ് വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ടു ബിൽഡ് എ വിൻഡ് മിൽ, ഒരു വിൻഡ് മിൽ ഉണ്ടാക്കി. ദോ പീപ്പിൾ ലോഫ് അറ്റ് ഹിം, അത് ഉണ്ടാക്കിയ സമയത്ത് ആളുകൾ അവനെ പരിഹസിച്ച് ചിരിച്ചെങ്കിലും
ഹി ഈസ് കോൺഫിഡന്റ്, അവന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ക്രിയേറ്റീവ് ആയിരുന്നു, ഡിറ്റർമിൻഡ്, ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. ഹീസ് ഇൻവെൻഷൻ പ്രൊഡ്യൂസസ് ഇലക്ട്രിസിറ്റി, അവന്റെ കണ്ടുപിടുത്തലും ഒരു വൈദ്യുതി ഉണ്ടാക്കി. ലേറ്റർ ഹെൽപ്പ് പമ്പ് വാട്ടർ ഫ്രം ദ ക്രോപ്സ്, അല്ലെ, ക്രോപ്സ് വിളവുകൾക്ക് വെള്ളം പമ്പ് ചെയ്യാൻ, മോട്ടറിനെ വർക്ക് ചെയ്യാൻ, അല്ലെ, പ്രവർത്തിപ്പിക്കാൻ ആ വൈദ്യുതി ഉപയോഗിച്ചു. എബോവ് ആൾ, എല്ലാത്തിനും അപ്പുറം, ഈസ് എ ലവിങ് സൺ, അല്ലെ, വളരെ സ്നേഹമുള്ള ഒരു കുട്ടിയാണ്. ആൻഡ് ഹൂ വർക്ക്സ് ഹാർഡ് ടു സേവ് ഹിസ് ഫാമിലി, എന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും നന്നായി അധ്വാനിച്ചു. വില്യം ഈസ് എ ട്രൂ ഹീറോ ബിക്കോസ് ഓഫ് ഹിസ് കറേജ്, ക്രിയേറ്റിവിറ്റി ആൻഡ് പെർസീവറൻസ്. ശരിക്കും ഒരു ഹീറോ ആണ് വില്യം. കാരണം എന്താ? നല്ല കറേജ്, ധീരതയുണ്ട്, ക്രിയേറ്റിവിറ്റി, സർഗശേഷിയുണ്ട്, പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരോത്സാഹമുണ്ട്, ചെയ്യുന്ന കാര്യത്തിന് അവസാനം വരെ വളരെ താല്പര്യത്തോടു കൂടി അതിന്റെ ഫൈനൽ റിസൾട്ട് കണ്ടെത്തുന്നവരെ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ എത്രയാണ് നമ്മുടെ ക്യാരക്ടർ സ്കെച്ചുകൾ. ഷുവറായിട്ടും ഈ ഒരു എണ്ണത്തിൽ ഒന്ന് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കും. മാക്സിമം നമുക്ക് വരാൻ സാധ്യത വില്യത്തിന്റെ അല്ലെങ്കിൽ ചിബി ആയിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ് ബേസ്ഡ് ആയിട്ട് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്താൽ സഹായമായിരിക്കും. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.